കാർഷിക വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില 250 രൂപ കടന്നിട്ടും ആഭ്യന്തര വിപണിയിൽ വില ഉയരാത്തത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില 250 രൂപ കടക്കുന്നത്. ബാങ്കോങ്ങിൽ വില 264 രൂപ വരെ ഉയർന്ന് ഇപ്പോൾ 257 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ആഭ്യന്തര വിപണിയിൽ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച RSS 4ന്റെ വില 231 രൂപ മാത്രമാണ്. വ്യാപാര വില 230 രൂപയുടെ സമീപത്താണ് തുടരുന്നത്. വാഹന വിപണിയിലെ വളർച്ചയെ തുടർന്ന് ടയർ കമ്പനികൾ വലിയ തോതിൽ റബ്ബർ ശേഖരിച്ചതാണ് അന്താരാഷ്ട്ര വിലക്കയറ്റത്തിന് പ്രധാന കാരണം. യൂറോപ്യൻ, ചൈനീസ് കമ്പനികളും വലിയ തോതിൽ ചരക്ക് വാങ്ങിയതോടെ ആവശ്യകത വർദ്ധിച്ചു. കൂടാതെ ക്രൂഡ് ഓയിൽ വില വർധനയും ജാപ്പനീസ് കറൻസിയുടെ ഇടിവും വിപണിയെ സ്വാധീനിച്ചു. 2021 ശേഷം ആസിയാൻ രാജ്യങ്ങളിൽ ചൈനീസ് കമ്പനികൾ ആരംഭിച്ച റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളും ശക്തമായി മുന്നേറുന്നു. ഉൽപാദക രാജ്യങ്ങളിൽ നിന്നു തന്നെ ഉയർന്ന വിലയ്ക്ക് ചരക്ക് ശേഖരിക്കാൻ ഏജൻസികൾ തയ്യാറാകുന്നതും വില ഉയരാൻ കാരണമായി. എന്നാൽ ഈ മുന്നേറ്റം ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിച്ചിട്ടില്ല. ടയർ കമ്പനികൾ മുൻകൂട്ടി ഇറക്കുമതി ചെയ്ത റബ്ബർ സംഭരിച്ചിരിക്കുന്നതും ആഭ്യന്തര വിപണിയിൽ ആവശ്യത്തിന് ചരക്കില്ലാത്തതും വില ഉയരാൻ തടസ്സമായി. ഇതിനിടെ തിരഞ്ഞെടുപ്പ് കാലത്ത് റബ്ബറിന്റെ വില സ്ഥിരതാ ഫണ്ടും താങ്ങുവിലയും വീണ്ടും ചർച്ചയാകുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. ഏത് സർക്കാർ വന്നാലും താങ്ങുവില 300 രൂപയാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിലെ ശക്തമായ ഡിമാൻഡിൻ്റെ പിന്തുണയിൽ ഈ സീസണിൽ പരുത്തി വില വീണ്ടും കുതിച്ചുയരുന്നു. ആഭ്യന്തര വിപണിയിലും വിലയിൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്ത് പരുത്തിവില ആദ്യമായി 356 കിലോയ്ക്ക് 60,000 രൂപ കടന്നു. ശക്തമായ ഡിമാൻഡും ആഗോള വിപണിയിലെ ഉയർന്ന പ്രവണതയും വിലവർധനവിന് പ്രധാന കാരണമായി. ICEയിലെ ഫ്യൂച്ചർ വിലകൾ ഉയർന്നതോടെ ആഭ്യന്തര വിലകളും അതിനെ പിന്തുടരുകയാണ്. ജൂലൈ ഡെലിവറിക്ക് പൗണ്ടിന് 73 സെന്റിന് മുകളിലാണ് വ്യാപാരം നടന്നത്. 2024 ജൂണിന് ശേഷമുള്ള ഉയർന്ന നിരക്കാണിത്. വിലവർധന തുടരുന്നതിനിടെ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വെള്ളിയാഴ്ച മാത്രം 300 രൂപ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏകദേശം 1400 രൂപയും കഴിഞ്ഞ ചില മാസങ്ങളിലായി ഏകദേശം 4500 രൂപയും വർധന രേഖപ്പെടുത്തി. ആഗോള ഉൽപാദനത്തിൽ വർധന ഉണ്ടാകുമെന്ന് USDA വ്യക്തമാക്കി. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ മികച്ച വിളവെടുപ്പ് ഉൽപാദനം ഉയർത്തുമ്പോൾ ആഗോള ഉൽപാദനം 121.9 ദശലക്ഷം ബെയിലായി ഉയരുമെന്നാണ് വിലയിരുത്തൽ. ഉപഭോഗവും 119.1 ദശലക്ഷം ബെയിലായി ഉയരുമെങ്കിലും ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ആവശ്യകത കുറയുന്നത് ശ്രദ്ധേയമാണ്. ആകെ കൂടി ശക്തമായ ഡിമാൻഡും ആഗോള വിപണി പിന്തുണയും തുടരുകയാണെങ്കിൽ പരുത്തിവില ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കവുങ്ങ് കർഷകർക്ക് ആശ്വാസമായി കൊട്ടടയ്ക്ക വിലയിൽ വൻ മുന്നേറ്റം. ഉൽപാദനം കുറഞ്ഞ സാഹചര്യത്തിൽ വിപണിയിൽ വില കുത്തനെ ഉയരുകയാണ്. ഒരു മാസം മുമ്പ് കിലോയ്ക്ക് പരമാവധി 470 രൂപയുണ്ടായിരുന്ന പുതിയ അടയ്ക്കയുടെ വില ഇപ്പോൾ 500 രൂപയിലെത്തി. മാർച്ച് ആദ്യവാരം 530 രൂപയുണ്ടായിരുന്ന പഴയ അടയ്ക്ക വില 550 രൂപയായി ഉയർന്നു. വിപണിയിൽ അടയ്ക്കയുടെ വരവ് കുറഞ്ഞതും പ്രതികൂല കാലാവസ്ഥയും രോഗബാധയും മൂലം വിളവ് കുറഞ്ഞതുമാണ് വിലവർധനയ്ക്ക് കാരണമായത്. ഈ വർഷം വിളവെടുത്ത അടയ്ക്ക ഉണങ്ങി കൊട്ടടയ്ക്കയാക്കി മാറ്റുന്നതാണ് പുതിയ അടയ്ക്ക. മുൻ വർഷങ്ങളിൽ ശേഖരിച്ച അടയ്ക്ക ഉണക്കി സൂക്ഷിച്ച ശേഷം വിപണിയിൽ എത്തിക്കുന്നതാണ് പഴയ അടയ്ക്ക. ഗുണനിലവാരമുള്ള അടയ്ക്കയ്ക്ക് പുറമെ പട്ടോറ, ഉള്ളി, കരിങ്കൊട്ട തുടങ്ങിയ തിരിവടയ്ക്ക ഇനങ്ങൾക്കും 20 മുതൽ 30 രൂപ വരെ വർധനവ് രേഖപ്പെടുത്തി. അതേസമയം കാലവർഷത്തിൽ വ്യാപകമായ മഹാളി രോഗവും ഇപ്പോൾ ഇലകളിൽ പടരുന്ന മഞ്ഞളിപ്പ് രോഗവും കർഷകർക്ക് വലിയ വെല്ലുവിളിയാകുന്നു. തൊഴിലാളി ക്ഷാമം, ഉയർന്ന കൂലി, വളങ്ങളുടെ വിലവർധന എന്നിവയും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു. ഉയർന്ന വില തുടർന്നാൽ മാത്രമേ നിലനിൽപ്പ് സാധ്യമാകൂവെന്നാണ് കവുങ്ങ് കർഷകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.